ഹലോ, അടുത്തൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിത്രശലഭത്തിനെ പറ്റിയുള്ള വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ചിത്രശലഭങ്ങളെ പല ഗ്രൂപ്പുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട് എന്ന്. ഇന്ന് കിളിവാലൻ ശലഭങ്ങളുടെ ഗ്രൂപ്പിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ അനുബന്ധിച്ച് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കിളിവാലൻ ശലഭങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരവും ഏറ്റവും വലുതുമായ 550 ഇനം ചിത്രശലഭങ്ങളുടെ ഒരു ചെറിയ കുടുംബമാണ്. നമ്മുടെ സങ്കല്പത്തിലെ ചിത്രശലഭങ്ങൾ ഈ കിളിവാലൻ ശലഭങ്ങളാണ്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശലഭങ്ങളുടെ പുറകിലത്തെ ചിറകിൽ നിന്ന് വാല് പോലെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അത് ഇല്ലാത്ത കിളിവാലൻ ശലഭങ്ങളുമുണ്ട്. ഗരുഡ ശലഭത്തിനോ സദേൺ ബേർഡ് വിങ് ഗ്രൂപ്പിനോ വാലില്ല. കിളിവാലൻ ശലഭങ്ങൾ പൂന്തേനും പൂവും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗ്രൂപ്പിൽ വരുന്ന ശലഭങ്ങളാണ്. അവ പൂവിൻ്റെ മുകളിൽ ചുറ്റിപ്പറന്ന് പൂന്തേനുണ്ണുന്നത് കാണാനും രസമാണ്. ഇത് ബുദ്ധമയൂരി എന്ന മലബാർ ബാൻഡഡ് പീക്കോക്ക് അഥവാ പാപ്പിലോ ബുദ്ധ. അത് കേരളത്തിൻ്റെ സംസ്ഥാന ശലഭമാണ്. എൻഡേഞ്ചേർഡ് സ്പീഷീസ് അഥവാ വംശനാശം വരുന്ന പട്ടികയിലുള്ള ചിത്രശലഭമാണ് ബുദ്ധമയൂരി. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ അതിനു വേണ്ടിയിട്ട് അതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ആണ് ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമാക്കി 2018 തീരുമാനിച്ചത്. നമ്മുടെ ഓരോ ചിത്രശലഭത്തിനും 2 തരം ചെടിയോ മരമോ വേണം അതിന് വളരാൻ. ഒന്ന് ഹോസ്റ്റ് പ്ലാന്റ്, ചിത്രശലഭത്തിൻ്റെ ശലഭപ്പുഴുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലകളുള്ളത്. അത് ഓരോ ശലഭത്തിനും ഓരോ ഹോസ്റ്റ് പ്ലാന്റ് ആയിരിക്കും. രണ്ടാമത്തത് നെക്ടർ പ്ലാന്റ്സ്, അത് തേനുണ്ണാനുള്ള പൂക്കളുടെ ചെടികൾ. നമ്മുടെ ബുദ്ധമയൂരിയുടെ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്ന മുള്ളിലവാണ്. അതിൻ്റെ നെക്ടർ പ്ലാന്റ് കൃഷ്ണകിരീടം, ചെത്തി എല്ലാം നല്ല നിരന്ന സർഫസുള്ള പൂക്കളെല്ലാം, തേനുള്ള പൂക്കളെല്ലാം ഇഷ്ടമാണ് ബുദ്ധമയൂരിക്ക്. സംസ്ഥാന സർക്കാർ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ ആറളം ബട്ടർഫ്ലൈ പാർക്കാക്കി നാമകരണം ചെയ്യുകയും അവിടെ മുള്ളിലവുകൾ ധാരാളം വെച്ചു പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാന ശലഭത്തിന് വംശനാശം വരാൻ പാടില്ല. സദേൺ ബേർഡ് വിങ് 190 മില്ലിമീറ്റർ വിങ് സ്പാൻ എന്ന് വെച്ചാൽ 2 ചിറകുകളുടെയും കൂടി വീതി വരുമ്പോൾ 190 മില്ലിമീറ്റർ ഉണ്ട്. സദേൺ ബേർഡ് വിങ് ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം എന്ന് അറിയപ്പെട്ടിരുന്നത് 2020 വരെ. സദേൺ ബേർഡ് വിങ്ങിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ് ആണ് ഗരുഡക്കൊടി. ഗരുഡക്കൊടി ഇലകൾ ഭക്ഷിച്ചാണ് നമ്മുടെ സദേൺ ബേർഡ് വിങ്ങിൻ്റെ ശലഭം വളരുന്നത്. സദേൺ ബേർഡ് വിങ് മഹാരാഷ്ട്രയുടെ സംസ്ഥാന ബട്ടർഫ്ലൈയും കൂടിയാണ്. 2020 194 മില്ലിമീറ്റർ വിഗ് സ്പാനുള്ള ഗോൾഡൻ ബേർഡ് വിങ് എന്നുള്ള ശലഭത്തെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഗോൾഡൻ ബേർഡ് വിങ്ങിൻ്റെ പെൺശലഭങ്ങൾക്ക് ആൺശലഭങ്ങളെക്കാളും വിങ് സ്പാൻ ഉണ്ട്. അത് 194 മില്ലിമീറ്റർ വരെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം എന്നറിയുന്നത് ഗോൾഡൻ ബേർഡ് വിങ് ആണ്. സദേൺ ബേർഡ് വിങ് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ സുലഭമായിട്ട് കാണാം. നമ്മുടെ പശ്ചിമഘട്ടത്തിലും മറ്റ് ദക്ഷിണേന്ത്യയിലെ ഗാർഡനുകളിലും കാണാറുണ്ട്. അതേസമയം ഗോൾഡൻ ബേർഡ് വിങ്
ഉത്തരേന്ത്യയിലാണ്. ഉത്തരേന്ത്യയിൽ നേപ്പാൾ, ഉത്തരേന്ത്യയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളും മലേഷ്യയിലും ഒക്കെയാണ് കാണാറുള്ളത്. ഇത് കൃഷ്ണശലഭം നമ്മുടെ പൂന്തോട്ടങ്ങളിൽ കാണുന്നു. എൻ്റെ പൂന്തോട്ടത്തിൽ നിന്ന് ഞാൻ ഫോട്ടോ ചെയ്തതാണ്. ഇത് സാധാരണമായി കാണുകയും വളരെ ഭംഗിയുള്ളതുമായ ഒരു ചിത്രശലഭമാണ് കൃഷ്ണശലഭം അഥവാ ബ്ലൂ മോർമോൺ. ഇതും കിളിവാലൻ ശലഭമാണ്. കിളിവാല് ഉള്ള ശലഭമാണ്. ബ്ലൂ മോർമോൺ സാധാരണ നമ്മുടെ നാട്ടിലും നമ്മുടെ പൂന്തോട്ടത്തിലും ഒക്കെ വരാറുള്ള ഒരു ശലഭമാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ പുറകിലത്തെ വിങ്സിലെ ആ ബ്ലൂ നിറം അതുകൊണ്ടാവാം അതിന് കൃഷ്ണശലഭം എന്ന് പേരിട്ടിരിക്കുന്നത്. കൃഷ്ണകിരീടം, തെച്ചി ഇതൊക്കെ ബ്ലൂ മോർമോൺ അഥവാ കൃഷ്ണശലഭത്തിന് വളരെ ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആണ്. ബ്ലൂ മോർമോൺ അഥവാ കൃഷ്ണശലഭത്തിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്ന നാരകം, ഓറഞ്ച് ആ വർഗത്തിൽപ്പെട്ട പ്ലാന്റ്സ് ആണ്. കൃഷ്ണശലഭവും ഇന്ത്യയിലെ നാലാമത്തെ വലിയ ചിത്രശലഭമാണ്. ഏതാണ്ട് 120 മില്ലിമീറ്റർ സ്പാൻ അതിന് വിഗ് സ്പാനുണ്ട്. ഇനിയും കിളിവാലൻ ശലഭങ്ങൾ ഏറെയുണ്ട്. ലൈം ബട്ടർഫ്ലൈ, കോമൺ മോമോൺ, കോമൺ റോസ്, അങ്ങനെ കുറേ അധികം കിളിവാലൻ ശലഭങ്ങളുണ്ട്. ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും കാണാം അടുത്ത വീഡിയോയിൽ.